എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് കിവി ഫ്രൂട്ട്, സ്ട്രോബെറി, പഴമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ച് കുട്ടികൾക്ക് കൊടുക്കാൻ ഒരു ചെറിയ ഫ്രൂട്ട് സലാഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഫ്രണ്ട്സ്, നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ നല്ലതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് വെച്ചാണ് നമ്മൾ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാം. മറക്കാതെ വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. ഒരു 1/4 ലിറ്റർ പാൽ തിളപ്പിക്കാൻ വേണ്ടി വെക്കുക. ഫ്രൂട്ട്സ് എല്ലാം നമ്മൾ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാനൊരു ശകലം ഫ്രൂട്ട്സ് എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് നമ്മൾ 1/4 ലിറ്റർ പാലാണ് വെക്കുന്നത്. വേറൊരു പാത്രത്തിൽ നമ്മൾ കുറച്ച് കസ്റ്റാർഡ് പൗഡർ എടുക്കുക. ഇപ്പോൾ 1 ടീസ്പൂണോളം കസ്റ്റാർഡ് പൗഡറാണ്. ഇത് നമ്മൾ ഇച്ചിരി തണുത്ത വെള്ളത്തിലൊന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്യുക. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡയറക്റ്റ് ഇത് തിളച്ച പാലിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇതൊരുമാതിരി കട്ടയായി പോകും. അതുകൊണ്ട് ആദ്യം ഒരു കുറച്ച് വെള്ളത്തിലിട്ട് കലക്കി വെക്കണേ. ഇതിലോട്ട് 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് നന്നായി ഇളക്കുക. തീ ലോ ഫ്ലെയിമിലാക്കി വെച്ചുകൊണ്ട് ഈ പ്രിപ്പയർ ചെയ്ത് വെച്ച കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കുക. ഈ കസ്റ്റാർഡ് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ ഇത് കട്ടയായി പോവും. അതിനകത്തോടെ നമ്മൾ 2 ഏലക്ക ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിടുന്നുണ്ട്. ആ ഒരു ചെറിയൊരു ഏലക്കയുടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി. ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇത് മതി കേട്ടോ, കാരണം ഇവിടെ എൻ്റെ കുഞ്ഞാണെങ്കിൽ ഒത്തിരി ഇങ്ങനെ ഹാർഡായിട്ടിരുന്നാൽ അത് കഴിക്കില്ല. ഇതൊരു ചെറുതായിട്ടൊന്ന് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇത് മതി കേട്ടോ. നമ്മളെ കട്ട് ചെയ്ത് വെച്ച ഫ്രൂട്ട്സിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇത് കണ്ടോ, തീരെ ഹാർഡും അല്ല എന്നാൽ തീരെ സോഫ്റ്റും അല്ല എന്നുള്ള രീതിയിൽ ഒരു മീഡിയം ലെവലിലാണ്. കണ്ടോ, അപ്പം പിള്ളേർക്ക് ഇത് കോരി കുടിക്കാനൊക്കെ ഒരു ഇഷ്ടം വരും. കണ്ടോ, ഈ രീതിയിലാക്കി നമ്മളിത് തണുപ്പിക്കാൻ വെക്കുക. ഇത് ഫ്രീസറിൽ വെച്ച് നിങ്ങൾ ഇതൊന്നും ആക്കണ്ട, ജസ്റ്റ് ഒന്ന് തണുപ്പിക്കാൻ വെച്ചാൽ മതിയേ. അങ്ങനെ നമ്മുടെ ഫ്രൂട്ട് സലാഡ് റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് 1 മണിക്കൂർ മാത്രം ഫ്രിഡ്ജ് വെച്ചിട്ടെടുത്താണ്. ഇപ്പോൾ കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ഒരു ഐസ്ക്രീമിൻ്റെയൊക്കെ ആ ഒരു ഇതുപോലെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് എന്താണെങ്കിലും ഇഷ്ടപ്പെടും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് കൊടുക്കുക. ഞാനിത് കുഞ്ഞിന് കൊടുത്തു നോക്കാം, അവനെന്താ പറയുന്നത് നമുക്ക് നോക്കാം. അടിപൊളി ഫ്രൂട്ട് സലാഡ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലേ ചെയ്യണേ. ഇതുപോലത്തെ ഫ്രൂട്ട് സലാഡൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കണേ.